ഹലോ ഫ്രണ്ട്സ്, എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഹീസു എങ്ങനെയാണ് ഈ ചൂതാട്ടമൊക്കെ നടത്തുന്ന മെയിൻ ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ അനുസരിച്ച് ഇവരുടെ ഒരു താവളത്തിലെത്തുന്ന ഹീസു ആണെങ്കിൽ, അല്ല ഈ പാർക്ക് ഇങ്ങോട്ട് വരാറില്ലേ, അവനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഇങ്ങോട്ട് എടുത്തേക്കെന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി ഒരുപാട് പേര് വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ആഹാ, ഒരു ഹൈസ്കൂളറായ നിനക്ക് ഇത്ര മര്യാദയുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ മെയിൻ ആളാണെങ്കിൽ, ഓ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇങ്ങനെയാണ്, നീ തീരെ മര്യാദയില്ല, ഒരു കാര്യം ചെയ്യും, നിങ്ങളങ്ങ് മര്യാദ പഠിപ്പിക്കുമെന്ന് പറയുന്നതും ഇവരെല്ലാവരും കൂടി ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. പറയേണ്ട ആവശ്യമില്ല, ഹീസുവിൻ്റെ ഒരൊറ്റയടിക്ക് ആദ്യത്തെ ആൾ തന്നെ അവിടെ വീഴുമ്പോൾ കുറേ പേര് അവിടെ നിന്ന് പേടിച്ചോടുന്നുണ്ട്. പിന്നീട് തകർപ്പൻ ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. ആ ടൈമിലാണ് സീനിയർ ഉൾപ്പെടെയുള്ള മൂവർ സംഘം അങ്ങോട്ട് വരുന്നതും ഹീസുവിനെ ഈ മെയിൻ ആൾ തല്ലാൻ വരുന്നത് കാണുന്ന ഹ്യൂനാണെങ്കിൽ ഇടയിൽ കയറുന്നുണ്ട്. പക്ഷെ മർമ്മം നോക്കി അവിടെ വീണു പോകുന്നുണ്ട് കേട്ടോ. ഇവൻ എന്തോ ഈ കാണിക്കുന്നതെന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും ഹീസുവിന്. അങ്ങനെ ഈ മെയിൻ ആളെനെ കഴുത്തിൽ ആ മർമ്മം നോക്കിയിട്ടുള്ള ഒറ്റ അടിയിൽ അങ്ങ് വീഴ്ത്തുന്നുണ്ട്. നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്ന ഹീസുവിനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഹ്യൂനാണിത് പറഞ്ഞു കൊടുത്തതെന്ന് പറയുമ്പോൾ, ഓ ഇവനെ കൊണ്ട് തോറ്റു എന്ന് പറയുന്നതും ഈ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ ഈ പാർക്കിൻ്റെ ആ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിന്ന് തപ്പിയെടുക്കുന്നുണ്ട്. അങ്കിളാണെങ്കിലും, എടാ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയേണ്ടേ, എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഏൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് ഇയാളെ ഇനി തെളിവിനായിട്ട് കൊണ്ടുപോകാൻ സീനിയറാണ് പറയുന്നത്. പിന്നീട് ഹീസു ആണെങ്കിൽ ഈ ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒടുക്കത്തെ ഫാസ്റ്റിൽ ഈ ഒരു ബൈക്കിൽ സ്കൂളിലേക്ക് എത്തുന്നതും സെക്യൂരിറ്റിക്കാരൻ തടയാൻ നോക്കുന്നുണ്ട്. എവിടെ ഇവൻ്റെ പൊടി പോലും കിട്ടത്തില്ല. അങ്ങനെ പിള്ളേരൊക്കെ ഇത് കണ്ട് ആകെ അന്തം വിടുന്നതും മീറ്റിംഗ് ഹാളിലേക്ക് എത്തുന്ന ഇവനാണെങ്കിൽ അപ്പോൾ തുടങ്ങിയാലെന്ന് ചോദിക്കുമ്പോൾ വൈസി ആണെങ്കിൽ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ ഇത് ആരെയും കൂട്ടിയിരിക്കുന്നതെന്ന് വൈസി ചോദിക്കുന്ന ടൈമിൽ പാർക്കിനെതിരായിട്ടുള്ള ഒരു തെളിവായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് ഈ ഗാംബ്ലിംഗ് സൈറ്റൊക്കെ നടത്തുന്ന മെയിൻ ആളാണ്. ഇയാൾക്ക് നമ്മുടെ പാർക്കിനെ അറിയാം, കാര്യങ്ങളൊക്കെ മണി പോലെ അങ്ങ് പറഞ്ഞു കൊടുത്തേക്കെന്ന് ഹീസു പറയുന്ന ടൈമിൽ ഇയാളാണെങ്കിൽ പാർക്ക് എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്, അത്യാവശ്യം പൈസയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പാരൻസ് ശരിക്കും ഷോക്കാകുന്നുണ്ട്. പാർക്കാണെങ്കിൽ എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇയാളാണെങ്കിൽ അതായത് കുട്ടികളെ ഭീഷണിപ്പെടുത്തിട്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കാറുണ്ട്, അവരുടെ ID കാർഡ് കൊണ്ടുവരാറുണ്ടെന്നൊക്കെ പറയുന്നതും പാർക്കാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കില്ലേ അച്ഛാന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരുത്തൻ വന്നിതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണം, അത് മാത്രമല്ല ബുള്ളി ചെയ്തത് അത് നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്ന ഹീസോങ് ആണെങ്കിൽ, ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ ആരാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, കുട്ടികളെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതും അവരെ ട്രാഷ് ബോക്സിലാക്കി പൂട്ടുന്നതും അതുപോലെ അവരുടെ ഭക്ഷണത്തിൽ തുപ്പുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ മകൻ തന്നെയാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ചെയർവുമൺ അങ്ങ് ഇംപ്രസ് ആകുന്നുണ്ട് കേട്ടോ. ആള് ധൂമിനോടാണെങ്കിൽ ലാസ്റ്റായിട്ട് ഒന്നുകൂടി ഒരു അവസരം തരികയാണ്, നേരത്തെ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാർക്കാണെങ്കിലും എന്ത് വ്യത്യാസം, നീ ഉള്ളത് അങ്ങ് പറയടാന്നൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എന്നാൽ ധൂമിനാണെങ്കിൽ ഒന്നും സംസാരിക്കാതെ ഇരിക്കുകയാണ്. അപ്പോൾ വൈസി ആണെങ്കിൽ ഓക്കെ ഹീസുവിനെ ഇവിടുന്ന് എക്സ്പെൽ ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഹീസുവിൻ്റെ ഫേസിൽ വലിയ എക്സ്പ്രഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല, കാരണം ധൂമിൻ പ്രതികരിക്കില്ല എന്നാണ് ഇവൻ വിചാരിച്ചത്. പക്ഷേ ധൂമിനാണെങ്കിലും ഞാനിവിടെ പറഞ്ഞത് മൊത്തം നുണയാണ്, പാർക്കാണ് എന്നെ ബുള്ളി ചെയ്തതെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീസു ഒന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ. പാർക്കാണെങ്കിലും അവിടെ ഇവരുടെ മുന്നിലിരുന്ന് ചൂടാകുന്ന ടൈമിൽ നീ എന്തൊക്കെ പറഞ്ഞാലും പേടിപ്പിച്ചാലും സത്യങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നാണ് ധൂമിൻ അവിടെ പറയുന്നത്. അപ്പോൾ ഹീസു ആണെങ്കിൽ തെളിവുണ്ട്, തെളിവ് ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞൊരു പെൻ ഡ്രൈവ് ഓസുവിന് കൊടുക്കുന്നതും ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്ന ഓസുവിനോട് അതൊന്നും പറയപ്പോൾ സമയിൽ വേഗം പ്ലേ ചെയ്യുന്നതാണ് അവിടെ പറയുന്നത്. അതായത് പാർക്ക് ഈ ID കാർഡൊക്കെ ഈ മെയിൻ ആൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതായിരിക്കും ആ ഒരു ക്ലിപ്പിൽ കേട്ടോ. അപ്പോൾ ഈ മെയിൻ ആളാണെങ്കിൽ വീഡിയോ പ്ലേ ആകുന്ന ടൈമിൽ ദേ ഞാനെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് സന്തോഷിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് എല്ലാവരും ഷോക്കാകുന്ന ടൈമിൽ പാർക്കാണെങ്കിലും ഹീസുവിനെ വന്ന് ഒന്നങ്ങ് തല്ലുന്നുണ്ട് കേട്ടോ. ഹീസു ആണെങ്കിലും നീയാണ് ആദ്യം തുടങ്ങി വെച്ചതെന്ന് പറഞ്ഞ് തിരിച്ചൊന്നങ്ങ് തല്ലുമ്പോൾ ആ ഒരൊറ്റ തലയിൽ പാർക്ക് അങ്ങ് താഴെ വീഴുന്നുണ്ട്. ഇത് കണ്ടിട്ട് എൻ്റെ മകൻ അടിക്കാൻ നീ ആരാടാന്ന് ചോദിച്ച് അച്ഛൻ വരുന്നതും ഓസു ആണ് കേട്ടോ അച്ഛൻ അവിടെ തടയുന്നത്. എൻ്റെ സ്റ്റുഡൻറ്റിനെ തല്ല നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഇയാൾ വീണ്ടും തല്ലാൻ വരുമ്പോൾ ഇവളാണെങ്കിൽ ഇയാളെ അങ്ങ് മലർത്തി അടിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ചെയർവുമൺ ആണെങ്കിൽ അങ്ങ് ചിരിക്കുന്നതും ഓസുവിനാണെങ്കിൽ താൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവളും ഹീസും പരസ്പരം ഇങ്ങനെ തംസപ്പൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. വൈസി ആണെങ്കിലോ താഴെ വീണ് കിടക്കുന്ന പാർക്കിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് അയ്യോ സാർ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നത് അവിടെ കാണിക്കുന്നുണ്ട്. പിന്നീട് ധൂമിനാണെങ്കിൽ ഇവനോട് സോറി പറയുന്നതും ആദ്യം തന്നെ ഞാൻ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്ന് പറയുന്ന ഇവനാണെങ്കിൽ, അല്ല നീ എന്തിനാ എന്നോട് ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് പെരുമാറുന്നത്, എല്ലാവരും ഞാനിവിടെ ഇല്ലാത്ത പോലെ പെരുമാറുമ്പോൾ നീ മാത്രമാണ് എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഹീസു ആണെങ്കിൽ അതെ നിന്നെ കാണുമ്പോൾ എനിക്കറിയാവുന്ന ഒരാളെയാണ് ഓർമ്മ വരുന്നതെന്നാണ് കേട്ടോ ഹീസു അവിടെ പറയുന്നത്. ഇതേ ടൈമിൽ പാർക്കിൻ്റെ അച്ഛനോട് മകൻ എക്സ്പെൽ ചെയ്യേണ്ടി വരുമെന്ന് ഈ ചെയർവുമൺ പറയുമ്പോൾ എക്സ്പെൽ ചെയ്യാനും എന്തിന്, ഒരു തെറ്റൊക്കെ സംഭവിക്കാത്ത ആരുണ്ട്, ഇതൊക്കെ അങ്ങ് മറയ്ക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് തന്നിട്ടുള്ളത്, കുറേ പ്രൊജക്റ്റൊക്കെ ഞാനാണ് ഇനീഷ്യേറ്റ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ചെയർവുമൺ ആണെങ്കിൽ പതറുന്നില്ല കേട്ടോ. പകരം ഇതാണ് പൊളിറ്റീഷ്യൻസിനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, കണ്ടില്ലേ അവരിതുവരെ എങ്ങനെ എത്തി അല്ലെങ്കിൽ ആര് കാരണം
എത്തിയെന്നൊന്നും അവർക്ക് ഓർമ്മയുണ്ടായിരിക്കില്ല. വന്ന വഴി മറക്കുന്നവരായിരിക്കും ഈ പൊളിറ്റീഷ്യൻസ് എന്നൊക്കെ പറയുന്നതും. ഇത് കേൾക്കുന്ന പാർക്കിൻ്റെ അച്ഛൻ അങ്ങ് ചൂടാകുന്നുണ്ട്. എന്നാൽ ചൂടാകുന്നതേ ആൾക്ക് ഓർമ്മയുണ്ടായിരിക്കുള്ളൂ. കാരണം പ്രിൻസിപ്പളായിട്ടുള്ള ആളുടെ പേഴ്സണൽ സെക്രട്ടറി നന്നായിട്ട് ആളെ അവിടെ ഇടിച്ചു കൂട്ടുന്നുണ്ട്. നമ്മുടെ ചെയർവുമൺ അത്രയ്ക്ക് ഭീരുവൊന്നുമല്ല. പിന്നീട് ഹോസു ആണെങ്കിലോ ഹീസുവിനും ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മെഡിസിൻ ഒക്കെ വെച്ച് കൊടുക്കുന്നതും ഇവർ രണ്ടുപേരും ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണെങ്കിൽ ഇവൾ വിഷയം മാറ്റുന്നതും ഇവനാണെങ്കിൽ താങ്ക് യു പറയുമ്പോൾ എന്തിനെന്ന് ചോദിക്കുന്ന ടീച്ചറോട്, അല്ല ആ ഓൺലൈൻ പോസ്റ്റ് ചെയ്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ച്, എന്തായാലും എനിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രൗഡ് ഫീലിംഗ് ആണെന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഒരു സ്റ്റുഡൻറ്റ് ടീച്ചറോടാണ് ഇങ്ങനെ പറയേണ്ടതെന്ന് ഹോസ് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇവനാണെങ്കിൽ ക്ലോസ് ആയിട്ട് വന്ന്, അതായത് ഇവളുടെ തലമുടിയിൽ എന്തോ ഒരു ഫ്ലവർ വീഴുന്നുണ്ടായിരിക്കും, അതങ്ങ് എടുത്ത് കളയാണ്. ഇതുകൂടി ആകുമ്പോൾ ഇവളുടെ പിടി വിട്ടു പോകുന്നുണ്ട്. അതായത് ഇവളുടെ ഹാർട്ട് ബീറ്റ് വരെ പുറത്തേക്ക് കേൾക്കാൻ കഴിയാണ് കേട്ടോ. ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പീഡിൽ അവിടെ നിന്ന് നടക്കുന്നതും ഇത് കാണുന്ന ഈസു ആണെങ്കിൽ എന്ത് പറ്റി ടീച്ചറെ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ചെയർവുമൺ ആണെങ്കിലും ഈ പ്രിൻസിപ്പളിനോട് എത്രയും പെട്ടെന്ന് ഗോൾഡ് ബാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുന്നതും പിന്നീട് അടുത്ത സ്റ്റോറി എന്താണെന്ന് ധൂമിൻ ഹീസുവിനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹോട്ടലിലോ മറ്റോ ആയിരിക്കും. അതായത് ഈ സ്കൂളിൽ തന്നെ ഒരു പെൺകുട്ടിക്ക് എപ്പോഴും ഫസ്റ്റ് കിട്ടുകയാണ്. ഇത് കണ്ടിട്ട് കുശുമ്പ് തോന്നുന്ന സെക്കൻഡ് പ്ലേസ് കിട്ടുന്ന ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഫസ്റ്റ് പ്ലേസ് കിട്ടിയ ആൾ ഇവളുടെ ഫ്രണ്ട് തന്നെയായിരിക്കും. ഈ റൂഫ് ടോപ്പിൽ നിന്ന് അങ്ങ് തള്ളി താഴെ ഇടുകയാണ്. എപ്പോഴും ഫസ്റ്റ് കിട്ടുന്ന കുട്ടി മരിച്ചതുകൊണ്ട് തന്നെ ഇനി താനായിരിക്കും ഫസ്റ്റ് എന്ന് ഇവൾ കരുതുന്നുണ്ട്. അതിനുശേഷം ഇവൾ പഠിക്കുന്ന ടൈമിൽ ആരോ തന്നെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നതും ഇവളാണെങ്കിൽ ടോയ്ലറ്റിലാണ് പോയി ഒളിക്കുന്നത്. പെട്ടെന്ന് താഴെ ഈ മരിച്ചു പോയ പെൺകുട്ടിയുടെ ആ ഒരു ഫേസ്, ആ ഒരു ചോര കണ്ണുകളാണ് കാണുന്നതെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഹീസു ആണെങ്കിൽ നന്നായിട്ട് പേടിക്കുന്നൊക്കെയുണ്ട്. ധൂമിനാണെങ്കിലും അതാ പറയുന്നത്, ആരും ഇല്ലാത്ത സമയത്ത് ആ ബെല്ലടിക്കുന്നത് കേൾക്കാൻ പാടില്ല, കാരണം ആ ചോര കണ്ണുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നൊക്കെ പറയുന്ന ധൂമിനാണെങ്കിൽ, അല്ല ഹീസു ഈ നിൽക്കുന്നതൊക്കെ ആരാന്ന് ചോദിക്കുമ്പോൾ ഇവൻ തിരിഞ്ഞു നോക്കുന്ന ടൈമിൽ ലൈറ്റും ഓഫ് ചെയ്തിട്ട് ഈ ടോർച്ച് വെളിച്ചത്തിൽ സീനിയറും മറ്റും നിൽക്കുന്നതാണ് ഇവൻ കാണുന്നത്. ഇവൻ ഇവരെ കണ്ടിട്ട് ശരിക്കും പേടിക്കുന്നുണ്ട്. ധൂമിന് എന്ത് സ്റ്റോറിയാ പറയാമെന്ന് കേൾക്കാനുള്ള ഒരു ത്വര കൊണ്ട് ഇവർ മറ്റൊന്നും നോക്കുന്നില്ല കേട്ടോ. എന്തായാലും ഒരു ഫണ്ണി സീനായിരിക്കും. അത് പിന്നെ ഞാൻ ഇവിടെ ആ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതെന്ന് ഹീസു പറയുന്നതും ഇവർക്ക് നല്ല ഫുഡൊക്കെ ഹ്യൂൻ വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നീ നന്നായി പഠിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു ഹ്യൂനാണെങ്കിലും ഈ ഒരു താപ്പിൽ ഹീസുവിനിട്ടൊന്ന് കൊടുക്കുമ്പോൾ അലവലാതി എന്ന് ഹീസു അവിടെ പറയുന്നുണ്ട് കേട്ടോ. തിരിച്ചു പോകുന്ന ധൂമിന് ഇവനാണെങ്കിൽ അമ്മൂമ്മയ്ക്ക് കൊടുക്കാനുള്ളതാന്നൊക്കെ പറഞ്ഞ് മെഡിസിൻ കൊടുക്കുന്ന ടൈമിൽ ധൂമിന് അങ്ങ് ഇംപ്രസ്ഡ് ആകുന്നുണ്ട് കേട്ടോ. ഒരു ഫ്രണ്ട് ഉള്ളത് എത്ര നല്ലതാണല്ലേ, ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നതെന്ന് പറയുമ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന ഹീസുവിനോട് ആര് പറഞ്ഞു, അപ്പോഴും നമ്മൾ ടച്ച് ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് ധൂമിൻ അവിടെ പറയുന്നത്. അങ്ങനെ ഇവൻ ഹാപ്പി ആയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതേ ടൈമിൽ ഹോസു ആണെങ്കിലും അമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിലും ഇവൾ ആലോചിക്കുന്നത് മൊത്തം ഹീസുവിനായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും. അല്ല ഇങ്ങനെ തുറച്ചു നോക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഫുഡ് കഴിക്കാൻ വന്നേന്ന് അമ്മ ചോദിക്കുമ്പോൾ, അല്ല അമ്മേ എൻ്റെ ഹാർട്ടിന് കാര്യമായിട്ടുള്ള എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന മകളോട് എന്ത് പ്രോബ്ലം, ഡോക്ടറെ കാണിക്കണോ എന്നാണ് കേട്ടോ അമ്മ അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഹോസു ആണെങ്കിൽ അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഷോപ്പിംഗ് കഴിഞ്ഞു വരുന്ന എന്നയുടെ ഈ ഷോപ്പിംഗ് ബാഗ് മൊത്തം ക്യാരി ചെയ്യുന്നത് യങ്ജു ആയിരിക്കും കേട്ടോ. അയ്യോ എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങി, നിനക്കൊന്നും വാങ്ങി തന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല, എനിക്ക് ആവശ്യമായിട്ടുള്ളതൊന്നും അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞു ഒരു സെർവൻറ്റിനെ പോലെയാണ് കേട്ടോ യങ്ജും അവിടെ പെരുമാറുന്നത്. നെക്സ്റ്റ് വീക്കിൽ നമുക്കൊന്നുകൂടി പോകാമെന്ന് പറയുന്ന എനയാണെങ്കിൽ അയ്യോ മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യില്ലേ, അപ്പോൾ എനിക്ക് തീരെ ടൈം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് അടിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് എന യങ്ജുവിനോട് ചോദിക്കുകയാണ്. ഞാനോ നിന്നെ വെട്ടിക്കാൻ ആർക്കാ കഴിയാന്ന് യങ്ജു അവിടെ പറയുന്ന ടൈമിൽ ഒരു ഗിഫ്റ്റ് ഇവളുടെ കയ്യിൽ കാണുന്നുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഹീസുവിനുള്ളതാണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ട് അനിയത്തി ശരിക്കും ഷോക്കാകുന്നുണ്ട്. എനിക്ക് ഹീസുവിനോട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് യങ്ജു ചോദിക്കുന്ന ടൈമിൽ സത്യം പറയുകയാണെങ്കിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്നും പോകുന്നത്. എന്തായാലും അനിയത്തിയുടെ ഉറക്കം പോകുന്നുണ്ട്. ഓഫീസിലാണെങ്കിലോ അതായത് ഈ പാർക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈ സ്റ്റുഡൻറ് കൗൺസിലിന് ഒരു അഡ്വൈസറായിട്ട് ഒരു ടീച്ചർ ആവശ്യമുണ്ടെന്നൊക്കെ വൈസ് ഇങ്ങനെ പറയുന്നതും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ റിയയാണെങ്കിലും ബെസ്റ്റ് ആ പിള്ളേരെ ഉപദേശിക്കാനും ചീത്ത പറയാനും നമ്മളൊക്കെ ആയോ എന്നാണ് കേട്ടോ അവിടെ പറയുന്നത്. കാരണം അത്രയ്ക്കും ഹൈ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന മക്കളായിരിക്കുമല്ലോ. എന്നാൽ ഈ മീറ്റിങ്ങിന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കാതെ ഹോസു ആണെങ്കിൽ ഹീസു ആയിട്ടുള്ള ക്ലോസ് ആയിട്ട് ഇവർ നിൽക്കുന്ന ആ ഒരു സീനൊക്കെ ആയിരിക്കും ഡ്രീം ചെയ്യുന്നത്. ഇവളുടെ ഫ്രണ്ടിലാണെങ്കിൽ പിന്നീട് ഹീസുവിന് പകരം പണ്ടത്തെ ആ ഒരു ചെറുപ്പത്തിലെ ബോയ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ സ്വപ്നം കാണുന്നതൊക്കെ വൈസി ശ്രദ്ധിക്കുന്നുണ്ട്. വൈസിയാണെങ്കിൽ ഈ താപ്പിൽ ഇവൾക്കിട്ടൊരു പണി കൊടുക്കുകയാണ്. അതായത് മുന്നിലേക്ക് ഒരു ടീച്ചറും വരാത്തത് കൊണ്ട് തന്നെ ഇതിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് ഈ ക്ലാസ്സിൽ നിന്ന് പോകണം എന്ന് പറയുമ്പോൾ പറയേണ്ട താമസം എല്ലാവരും അങ്ങ് ഇറങ്ങി ഓടുകയാണ്. പുറത്തെത്തുന്ന റിയാണെങ്കിൽ അയ്യോ ഹോസു എവിടെയെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറാൻ നോക്കുമ്പോഴേക്കും വൈസിയാണെങ്കിലും അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഹോസുവിനോട് കൺഗ്രാജുലേഷൻ, ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയുമ്പോൾ എന്താ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്ന ഹോസുവിനോട് എന്തായാലും ഇതങ്ങ് ഫൈനലൈസ് ചെയ്തു എന്ന് പറഞ്ഞ്
വൈസി അവിടെ നിന്ന് പോകുന്നുണ്ട്. അതായത് ഹൂസു അറിയാതെ തന്നെ ഇവൾ പെട്ടുപോയിരിക്കുകയാണ്. ഹീസു ആണെങ്കിൽ ആ ക്ലോക്ക് സെർച്ച് ചെയ്യുന്ന പരിപാടി നിർത്തിയിട്ടുണ്ടായിരിക്കില്ല. ഇത് സെർച്ച് ചെയ്യുന്ന ടൈമിലാണ് യോങ്ജു അങ്ങോട്ട് വരുന്നതും. ഇവളാണെങ്കിൽ നോട്ടീസ് ബോർഡിൽ അതായത് കൗൺസിലിങ്ങിലേക്ക് പുതിയ ആൾക്കാരെ എടുക്കുന്നുണ്ടെന്നുള്ളൊരു സംഭവമാണ് അവിടെ ഒട്ടിക്കുന്നത്. അല്ല, ഈ മിഷൻ എത്ര കാലം ഉണ്ടായിരിക്കും? ശരിക്കും എനിക്ക് ദേഷ്യവും അതുപോലെ ടെൻഷനും വരുന്നുണ്ട്. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന അനിയത്തിയോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഇവൻ ചോദിക്കുമ്പോൾ എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്ന അനിയത്തിയാണെങ്കിൽ എന്തായാലും സ്റ്റുഡൻറ് കൗൺസിലിൻ്റെ പ്രസിഡന്റിന് തൻ്റെ മേത്തൊരു കണ്ണുണ്ടെന്ന് പറയുന്നതും, അതായത് യനയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഇവർ ഈ ഫോട്ടോസൊക്കെ ഒട്ടിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന യന ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട്. ആ ടൈമിലാണ് ഹീസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ഒരു ഫോട്ടോയിൽ ഇതേപോലത്തെ ഒരു ക്ലോക്ക് കാണാനുണ്ട് കേട്ടോ. ഇതേത് ഈ ക്ലോക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ട്വിൻ ക്ലോക്കാണ്, ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കാറ്. ഇതുപോലത്തെ ഒരു ക്ലോക്ക് വേറെ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ അതെവിടെയെന്ന് ചോദിക്കുന്ന ഹീസുവിനോട് അത് ഞങ്ങളുടെ സ്റ്റുഡൻറ് കൗൺസിലിംഗ് മീറ്റിംഗ് നടക്കുന്ന ആ ഒരു ഹാളിലാണെന്ന് പറഞ്ഞ് ഇവളങ്ങ് ചൂണ്ടിക്കാണിക്കുന്നതും എന്താ കാര്യമെന്ന് ചോദിക്കുന്ന അനിയത്തിയോട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ നൈസായിട്ട് ഒളിഞ്ഞു നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പാസ്വേഡൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പെട്ടെന്ന് ഇറങ്ങി വരുന്ന യനയാണെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ജസ്റ്റ് ഈ റൂമൊന്നും കണ്ടിട്ടില്ല, ഒന്ന് നോക്കാനായിരുന്നു, ഒന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറ്റത്തില്ല, ഈ മെമ്പർഷിപ്പൊക്കെ വേണം, തനിക്ക് മെമ്പറാകാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ താല്പര്യമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടൊരു താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഇവൻ ഈ റൂമിലേക്കാണ് നോക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ള ക്ലോക്കിൽ എന്തെങ്കിലും ക്ലൂ ഉണ്ടെങ്കിലോ? ഇതേ ടൈമിൽ യനയാണെങ്കിൽ ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നു, അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല എന്ന് പറഞ്ഞ് യന ഇതിവന് കൊടുക്കുന്ന ടൈമിൽ എനിക്കെന്തിനാ ഗിഫ്റ്റ് തരുന്നത് എന്ന് ഇവൻ അവിടെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഫ്രണ്ട്സ് ആകാൻ താല്പര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുമല്ലോ എന്ന് പറയുന്നതും ഈ ഗിഫ്റ്റ് നോക്കുന്ന ടൈമിൽ അത് നല്ല എക്സ്പെൻസീവ് ആണെന്ന് ഇവന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ഇത്, ഈ ഒരു സ്റ്റുഡൻറ്റിന് ഇത് വാങ്ങാൻ എവിടെ നിന്ന് പൈസ കിട്ടിയെന്ന് ഇവൻ ചോദിക്കാൻ വരുന്നുണ്ട്. എന്നാൽ പകുതിക്ക് വെച്ചത് സ്റ്റോപ്പ് ആക്കുന്നതും തൻ്റെ അമ്മ ഭയങ്കര ചെയർമാനൊക്കെയാണ് സംഭവിച്ചു എന്ന് വിചാരിച്ച് ഇതുപോലെ പൈസ അങ്ങ് ചിലവാക്കുകയാണോ? എത്രയും പെട്ടെന്ന് ഇതിൻ്റെ റീഫണ്ട് വാങ്ങണം, ഇതൊന്നും അത്ര നല്ലതല്ല, ഫ്രണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ചൂടായിട്ടാണ് കേട്ടോ ഇവിടെ ചീത്ത വിളിച്ച് അവിടെ നിന്നും പോകുന്നത്. എന്നാൽ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരുന്ന ഹീസു ആണെങ്കിൽ ഇവളോട് അല്ല, ഈ മെമ്പറാകാൻ എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ പിന്നീട് ഹോം റൂം ടീച്ചറായ ഹോസുവിനോട് ഈ ഒരു കാര്യം പറയുന്നതും എന്താ ഇത്ര പെട്ടെന്നൊരു മനമാറ്റം എന്ന് ചോദിക്കുന്ന ടീച്ചറോട് അല്ല, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, അപ്പം അതിന് സ്കൂളിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ നല്ല കാര്യമെന്ന് പറയുന്ന ഹോസു ആണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും മെമ്പർ ആവാൻ പറ്റത്തില്ല, കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ റീസെൻ്റ് എക്സാമ്പിൽ 10th റാങ്കോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഇവൻ്റെ കിളി പോകുന്നുണ്ട്. പിന്നെ സെക്കൻഡ് കാര്യമായിട്ട് പറയുന്നത് ഒരു 100 പിള്ളേരുടെ ഒപ്പ് വേണം, തന്നെ അനുകൂലിക്കുന്ന ഒരു 100 പേരുടെ സിഗ്നേച്ചർ. പിന്നെ ഇതൊക്കെ പാസ്സായാലും ഏറ്റവും അവസാനത്തെ തീരുമാനം സ്റ്റുഡൻറ് കൗൺസിലിൻ്റെ പ്രസിഡന്റിനായിരിക്കും എന്ന് പറയുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടല്ലേ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ഹീസുവിനെയാണ് അവിടെ കാണിക്കുന്നത്. ഹീസുവിനാണെങ്കിലും ആദ്യത്തെ സൈൻ ധൂമിൻ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 99 പേരെ എവിടെ നിന്ന് കണ്ടുപിടിക്കും എന്ന് പറയുന്നതും നിനക്ക് വല്ല ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ഹീസു ചോദിക്കുന്ന ടൈമിൽ ബെസ്റ്റ് എന്നോടാണ് ഇത് ചോദിക്കുന്നതെന്ന് ധൂമിൻ അവിടെ ചോദിക്കുന്നതും ആ ടൈമിലാണ് പാർക്കിൻ്റെ കൂടെ തന്നെ ഉണ്ടാവാറുള്ള 2 ബോയ്സ് അങ്ങോട്ട് എത്തുന്നതും ഞങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ് സൈൻ ചെയ്യുന്ന ടൈമിൽ ധൂമിനായിട്ട് ഇവർ നല്ല കൂട്ടാകുന്നതാണ് ഹീസു ശ്രദ്ധിക്കുന്നത്. അല്ല, നിങ്ങൾ തമ്മിൽ എപ്പോൾ ഫ്രണ്ട്സായി എന്ന് ചോദിക്കുന്നതും അതൊരു നീണ്ട കഥയാണെന്ന് ഇവർ പറയുന്നുണ്ട്. അതായത് പാർക്കിനെ ഇവൻ നൈസായിട്ട് ഒതുക്കിയല്ലോ, അപ്പോൾ ധൂമിനാണെങ്കിൽ വേറെയും പിള്ളേർ ബുള്ളി ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവർ കുടുങ്ങുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ പിള്ളേർ ഇവനോട് സോറി ചോദിക്കുന്നത് നീ എത്ര വേണമെങ്കിലും തല്ലിക്കും, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ധൂമിനാണെങ്കിൽ ആദ്യം ഇവരോട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത്, പിന്നീട് വീണ്ടും ഇവരടിക്കാൻ പറയുന്ന ടൈമിൽ ശരി ഒരൊറ്റ അടി അടിക്കാമെന്ന് പറഞ്ഞ് ഇവരുടെ ബാക്കിൽ ഞങ്ങൾ ഒരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹീസു ആണെങ്കിൽ ഇവരിങ്ങനെ അടിമുടി നോക്കുന്ന ടൈമിൽ കുഴപ്പമൊന്നുമില്ല, രണ്ടിന് പോകുമ്പോൾ ചെറിയൊരു ലീക്ക് ഉണ്ടെന്ന് പറയുന്നതും ഞങ്ങൾ സൈൻ ചെയ്തു, ഇനി ബാക്കിയുള്ള ആളുകളെ ഞങ്ങൾ സെറ്റാക്കി തരാം, ഒന്നില്ലെങ്കിലും നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അത്ര താല്പര്യമില്ലയെന്ന് ഹീസു അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇവരാണെങ്കിലും അവിടെയുള്ള പിള്ളേരോട് ഈ ഹെൽപ്പ് ചോദിക്കുന്ന ടൈമിൽ എല്ലാവരും അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ധൂമിനാണെങ്കിൽ ഈ ഒരു ഐഡിയ വർക്കൗട്ട് ആവുന്ന തോന്നുന്നില്ല എന്ന് പറയുന്നതും ഈ ബോയ്സ് ആണെങ്കിൽ അതെ ഇത് വർക്കൗട്ട് ആവുന്ന തോന്നുന്നില്ല കേട്ടോ എന്ന് ഇവനോട് പറയുന്നുണ്ട്. സീനിയറും മറ്റും ഈ കാര്യങ്ങൾ അറിയുന്ന ടൈമിൽ ഇതൊക്കെ അത്ര എളുപ്പമാണോ എന്ന് അവിടെ ചോദിക്കുമ്പോൾ ഹ്യുനാണെങ്കിൽ എളുപ്പമായിരിക്കും, ഹീസു നല്ല ലുക്കല്ലേ, ഇതൊക്കെ നിഷ്പ്രയാസം സാധിക്കും എന്ന് പറയുന്നതും ശരി എത്ര സൈൻ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ വെറും 3 സൈനേ കിട്ടിയിട്ടുള്ളൂ എന്നറിയുന്ന ഹ്യൂനാണെങ്കിൽ ലുക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. സീനിയർ ആണെങ്കിൽ എടാ നിൻ്റെ ക്ലാസ്സിൽ 20 പേരുണ്ട്, അറ്റ്ലീസ്റ്റ് ക്ലാസ് മെമ്പേഴ്സെങ്കിലും വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ 20 ഒപ്പ് കിട്ടിയേനെന്ന് പറയുമ്പോൾ അത് പിന്നെ ഞാൻ കുറച്ച് നാണക്കാരനാണ്, നാളെ എല്ലാം സെറ്റാക്കാമെന്ന് പറയുന്നതും. അപ്പോൾ ലേഡീസ് സ്റ്റാഫ് ആണെങ്കിൽ മാർക്കിൻ്റെ കാര്യം വല്ലതും നടക്കുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ NIC എക്സാം പാസ്സായിട്ടുള്ള എന്നോടാണ് ഇതൊക്കെ നിഷ്പ്രയാസം നടക്കുമെന്ന് പറഞ്ഞ് പിന്നീട് എക്സാം നടത്തുന്ന ടൈമിൽ 50 മാർക്ക് പോലും 100ൽ കിട്ടുന്നില്ല കേട്ടോ. ഇവനാണെങ്കിൽ ആകെ പെട്ടിരിക്കുമ്പോൾ ഇതൊക്കെ കാണുന്ന ലേഡീസ് സ്റ്റാഫും ഹ്യുനാണെങ്കിൽ ഞങ്ങൾക്ക് തീരെ പ്രതീക്ഷ
രക്ഷയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ സീനിയർ ആണെങ്കിൽ എത്ര ദിവസമുണ്ട് ഇനി എക്സാമിനെന്ന് ചോദിക്കുമ്പോൾ ഇവർ 7 ദിവസം ഉണ്ടെന്ന് പറയുന്നതും സീനിയർ ആണെങ്കിൽ നീ നന്നായി ഫോക്കസ് ചെയ്യാൻ നിനക്ക് പറ്റും, മുന്നേയൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമൊക്കെ തന്നെയല്ലേ, നീ ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഹോസു ആണെങ്കിൽ ഇവനെ ലൈബ്രറിയിൽ കാണുന്ന ടൈമിൽ ഇവൻ കാര്യമായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഇവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സീനിയറും ഹ്യുന്നൊക്കെ ആണെങ്കിൽ ഇവരുടെ കടയുടെ ഫ്രണ്ടിലേക്ക് വരുന്നതും അപ്പം എങ്ങനെയാ പിള്ളേരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് സീനിയർ ചോദിക്കുകയാണ്. അതായത് വേറെ ഒന്നുമല്ല, ഇവന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ 100 സാൻഡ്വിച്ചാണ് അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് ഓഫർ ചെയ്യുന്നത്. അതുമാത്രമല്ല ലേഡി സ്റ്റാഫും ഹ്യുന്നൊക്കെ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് അങ്ങോട്ട് വരുന്ന ഹീസു ആണെങ്കിൽ ആകെ നാണക്കേടൊക്കെ തോന്നിയിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ടൈമിലാണ് ഈ ബണ്ണിയുടെ കോസ്റ്റ്യൂം ധരിച്ച് അങ്ങോട്ട് വരുന്ന സീനിയർ ആണെങ്കിൽ നീ ഇതെവിടെ പോകാമെന്ന് പറഞ്ഞ് ഇവനെ വലിച്ചു കൊണ്ടുപോകുന്നതും അവസാനം ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇവനും അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ബുള്ളി ചെയ്ത ആ പിള്ളേരും അവിടെ ഉണ്ടായിരിക്കും. ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഇവനാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്ന ടൈമിൽ ഈ പിള്ളേരും ഇവനെ ഫോളോ ചെയ്യുന്നുണ്ട്. എടാ ഭ്രാന്തന്മാരെ പോടാന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുന്നതും ഇതൊക്കെ കണ്ടിട്ട് ഇവനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് ചിരിയാണ് വരുന്നത്. പിന്നീട് മീറ്റിംഗ് ഹാളിൽ ഇതൊരു ഡിസ്കഷൻ ആകുന്നുണ്ട് കേട്ടോ. ഹെഡ്ഫോൺ വെച്ചിട്ടുള്ള ഒരുത്തനാണെങ്കിൽ ഇങ്ങനെ വോട്ട് ചോദിക്കുന്നത് തെറ്റല്ലേ, ഇത് ചീറ്റിംഗ് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആഹാ ഇയാളും ഇങ്ങനെ തന്നെയല്ലേ ഇങ്ങോട്ട് കയറിയെന്ന് അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവിടെയുള്ള മറ്റൊരു ബോയ് ആണെങ്കിൽ ആളെന്തായാലും ഇങ്ങോട്ട് വരുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല, ഞാൻ എഗെയിൻസ്റ്റ് ആണെന്ന് പറയുന്നതും അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന യനയോട് അല്ല അവൻ കാരണമാണ് പാർക്ക് ഇവിടുന്ന് ഔട്ടായത്, സോ ആളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഭീഷണിയായിരിക്കും എന്നൊക്കെ പറയുന്നതും ഇവരുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്കാണെങ്കിൽ ഹീസു വരുന്നതിനോട് നല്ല താല്പര്യമാണ്, കാരണം ആൾ നല്ല ചുള്ളനാണല്ലോ, അവൻ വരട്ടെ എന്താ കുഴപ്പം, നല്ല ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും എന്ന് പറയുന്നതും അങ്ങോട്ട് വരുന്ന യുജോങ്ങിനോട് അല്ല നിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താന്ന് ഇവിടെ ചോദിക്കുന്ന ടൈമിൽ അല്ല അത് പിന്നെ ആളിപ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ ഇതുപോലത്തെ ഒരു പൊസിഷനിൽ ഇരിക്കാനൊക്കെ ആയോ, ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറയുന്നതും അതായത് ഓപ്പോസിറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന യനയാണെങ്കിൽ ആഹാ ഇതുപോലത്തെ ഒരു ഉത്തരം നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, നീ അപ്പോൾ അവന് വേണ്ടി സൈൻ ചെയ്ത് കൊടുത്തില്ല, അല്ല നീ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിച്ചേ, എനിക്കറിയാവുന്ന യുജോങ് അങ്ങനെയായിരുന്നു എന്ന് ഇവളവിടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവൻ്റെ അടുത്തേക്ക് വരുന്ന സീനിയർ ആണെങ്കിൽ ദേ ഒപ്പിൻ്റെ കാര്യം പക്കയായിട്ടുണ്ട്, ഇനി എക്സാമിൻ്റെ കാര്യം അത് നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ, നന്നായി പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവരവിടെ നിന്ന് പോകുന്നത് കാണുമ്പോൾ ഹീസുവിന് തന്നെ ചിരി വരുന്നുണ്ട് കേട്ടോ. നന്നായി എഫേർട്ട് എടുക്കുന്നുണ്ട്. യുജോങ് ആണെങ്കിലോ പിന്നീട് ഹീസുവിനെ വിളിച്ചു വരുത്തുന്നതും എത്ര ദിവസം എടുക്കും ഈ ഒരു മിഷൻ അവസാനിക്കാൻ, എന്തായാലും ആ സ്റ്റുഡൻറ് കൗൺസിലിൽ ഒരു അംഗമായിട്ട് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് ചൂടാകുമ്പോൾ ഇതുവരെ കാണാത്ത ഒരു സ്വഭാവമാണ് അനിയത്തിയിൽ ഇവൻ കാണുന്നത്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഈ സർക്കിളിലേക്ക് വരണ്ട, എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ ഇനി അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ചേട്ടൻ ആരാണെന്ന് എല്ലാവരോടും പറയും, അറിയാലോ എനിക്കത് പറയാനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുന്നുണ്ട്. പിന്നീട് പഠിക്കുന്ന ടൈമിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞ് ഇവൻ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും ഇവൾ മൈൻഡ് ചെയ്യുന്നില്ല. ഹീസു ആണെങ്കിലും നൈറ്റിൽ അവിടെ കുത്തിയിരുന്ന് പഠിക്കുന്നത് പിന്നീട് പോകാൻ നോക്കുന്നുണ്ട് എന്ന് എല്ലാവരും അവിടെ ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ വീണ്ടും തിരിച്ച് അവിടെ തന്നെ വന്ന് നിന്നിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. ഇത് കണ്ട് അങ്ങോട്ട് വരുന്ന ഹോസു ആണെങ്കിൽ ആഹാ നല്ല പഠിപ്പൊക്കെ ആണല്ലോ എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇവൾക്കൊരു മിഠായി കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ കുറെ ടെക്സ്റ്റ് ബുക്കൊക്കെ ചുമന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നീ എന്നെ കണ്ടിരുന്നു എന്നിട്ട് എന്താ എന്നെ ഗ്രീറ്റ് ചെയ്യാൻ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ എന്നെ ഗ്രീറ്റ് ചെയ്യാനെന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത്. അത് കൊള്ളാം, ഞാൻ ടീച്ചറും നീ ഒരു സ്റ്റുഡൻ്റാണ്, എന്താ അത് മറന്നുപോയോന്ന് ഇവൾ ദേഷ്യത്തിൽ ചോദിക്കുന്നതും ഈ സീൻ അവിടെ കട്ട് ചെയ്ത് ചെയർവുമൺ ആണെങ്കിൽ ഹീസുവിനെ പോലെ തന്നെ ആ ക്ലോക്കിൻ്റെ ആ ഒരു സ്റ്റോറി കണ്ടെത്തുന്നുണ്ട്. അതായത് ഇവർ ഇഞ്ചോട് ഇഞ്ച് വ്യത്യാസത്തിലാണ് ഈ സ്റ്റോറീസൊക്കെ കണ്ടെത്തുന്നത്. അല്ല ഇതിലിപ്പോൾ ഏതാ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ ചോദിക്കുന്ന ചെയർവുമൺ ആണെങ്കിൽ പ്രിൻസിയോട് ഹീസുവിനെ പറ്റി ചോദിക്കുന്ന ടൈമിൽ ആള് സ്റ്റുഡൻറ് കൗൺസിലിൽ അംഗമാകാൻ നോക്കുന്നുണ്ടെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ചെയർവുമണിന് എന്തോ ഒരു പന്തി കിടക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൽ ഒരു ക്ലോക്ക് ഇരിക്കുന്നത് സ്റ്റുഡൻറ് കൗൺസിലിങ്ങിൻ്റെ റൂമിലാണല്ലോ. എന്തായാലും ആളെ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്യാനാണ് പ്രിൻസിയോട് ചെയർവുമൺ പറയുന്നത്. എനെയാണെങ്കിലോ പിന്നീട് അമ്മയുടെ അടുത്തേക്ക് വരുന്നതും ഇവർ തമ്മിൽ നന്നായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പ്രിൻസി അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ ഇവളാണെങ്കിലും എനിക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നൈസായിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ അമ്മയാണെങ്കിലും മോളിങ്ങനെ പോവല്ലേ, എക്സാം വരാറായില്ലേ, ഇനി നീ സമയമൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തണം, ഈയിടെയായിട്ട് നീ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് പറയുന്ന അമ്മയോട് അമ്മ ഞാൻ വെറും 4 മണിക്കൂർ മാത്രമേ ഉറങ്ങുന്നുള്ളൂ എന്ന് മകൾ അവിടെ പറയുന്നുണ്ട്. ഇതോടെ നമുക്ക് ഏകദേശം ഇവളുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിലും ഇവളെ ഇങ്ങനെ ഹഗ് ചെയ്യാൻ വേണ്ടി കൈ കാണിക്കുന്നതും അതായത് മകളെ ഇങ്ങനെ കിസ്സൊക്കെ ചെയ്തിട്ട് നിനക്ക് വേണ്ടിയിട്ടല്ലേ മോളെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, നിന്നെ ഫസ്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, സെക്കൻഡ് എത്തുന്ന ആളെ ആരും ശ്രദ്ധിക്കില്ല, ഫസ്റ്റ് പ്ലേസ് ആയിരിക്കണം മോളുടെ ഉദ്ദേശം, ഈ ലോകം അറിയാവുന്ന ഒരാളായിട്ട് മോള് മാറണം എന്നൊക്കെ പറഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് മെഡിസിനൊക്കെ സ്വന്തം മകൾക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഉത്തേജകമായിട്ടുള്ള മരുന്നൊക്കെ ആയിരിക്കണം. ആദ്യമൊന്നും മടിക്കുന്നുണ്ടെങ്കിലും എനെയാണെങ്കിൽ പിന്നീട് അത് കഴിക്കുന്നതും തിരിച്ചു പോകുന്ന ഈ പെൺകുട്ടിയും ഇങ്ങനെ ചൊറിയുന്നുണ്ട് കേട്ടോ. പാവം ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് എങ്ങാനും ആയിരിക്കണം. പിന്നീട് ഈ ഹ്യുന്നാണെങ്കിലും ഹീസുവിനെ വിളിക്കുന്നതും എന്തോന്ന് പറയുന്ന ടൈമിൽ ഇവൻ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ. ഇവൻ മാത്രമല്ല ഈ സീനിയർ ഹയർ ഒഫീഷ്യലിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇതേ കാര്യം പറയുന്ന ടൈമിൽ ആളും ഷോക്കാകുന്നുണ്ട്. ഹീസു ആണെങ്കിൽ ടീച്ചറെ വിളിച്ചിട്ട് അതെ എനിക്ക് വരാൻ പറ്റത്തില്ല, ഭയങ്കര ചുമയാണ്, ഭയങ്കര ക്ഷീണാണെന്നൊക്കെ പറഞ്ഞ് ആക്ട് ചെയ്ത് ഫോൺ വിളിക്കുന്നതും ഇവൻ പോകുന്നത് ഈ റിസർവ്
ഫോഴ്സ് ട്രെയിനിങ്ങിന് എന്തോ ആയിരിക്കും കേട്ടോ. അതായത് ഇവർക്ക് വർഷത്തിൽ ഇങ്ങനെ എന്തോ ഒരു ട്രെയിനിങ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഹയർ ഒഫീഷ്യൽസിനോട് പറയുന്നതും അതായത് ഇവനിങ്ങനെ ഒരു സീക്രട്ട് മിഷനിലാണെന്ന് അവരോട് പറഞ്ഞ് ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ ശരിക്കും പെട്ടുപോയി എന്ന് പറയുന്നതും ഇത് കേട്ടിട്ട് ഈ സാർ അങ്ങ് ചൂടാകുന്നുണ്ട്. ഇത് ജസ്റ്റ് വൺ ഡേയുടെ കാര്യമായിരിക്കും. ഇവൻ തിരിച്ച് വീട്ടിലെത്തുന്ന ടൈമിലാണ് ഹോസ് ഇവന് വിളിക്കുന്നതും. ഇവനാണെങ്കിൽ ഭയങ്കര ആക്ട് ചെയ്തിട്ട് വയ്യ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിനക്കായിട്ടുള്ള ഫുഡുമായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നതും ഇവൻ ശരിക്കും പെട്ടുപോവാണ്. അതായത് ഇവൾ അഡ്രസ്സ് ചോദിക്കുന്നത് ഈ റെക്കോർഡ്സിലൊക്കെയുള്ള അഡ്രസ്സ് ആയിരിക്കും കേട്ടോ. ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടുന്നതും ഇതേ ടൈമിൽ ഇതൊന്നും അറിയാത്ത സീനിയർ ആണെങ്കിൽ നാളെ മുതൽ അവൻ ജോയിൻ ചെയ്യല്ലോ, രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഇവൻ വിളിക്കുന്നതും ആ റൂമിനെ പറ്റി ചോദിക്കുന്നത് കേട്ടോ. അതിതുവരെ സെറ്റ് ആക്കിയിട്ടില്ല എന്ന് ഇവൻ പറയുന്ന ടൈമിൽ കാര്യങ്ങളൊക്കെ അറിയുന്ന സീനിയറും ഇതുപോലെ ഷോക്ക് ആകുന്നുണ്ട്. ഇതേ ടൈമിൽ ഇങ്ങോട്ട് വരുന്ന ഹോസുവിനെയും കാണിക്കുന്നുണ്ട്. ഇവൾ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെടുന്നുണ്ട്. ഇവനാണെങ്കിൽ വേഗം തന്നെ ഈ റൂഫ് ടോപ്പിലേക്ക് എത്തുന്നതും അവിടെ ഒരു ഫർണിച്ചർ പോലും ഉണ്ടായിരിക്കില്ല. ഇതെന്താ ഇതുവരെ സെറ്റ് ആക്കാഞ്ഞെന്ന് ചോദിച്ച് അവിടേക്ക് എത്തുന്ന മൂവർ സംഘത്തോട് ചൂടാകുന്നുണ്ട് കേട്ടോ. ഹ്യുന്നിനോട് ചൂടാകുന്ന ടൈമിൽ അതിന് എനിക്ക് ഇതിനൊക്കെ ഒരു സമയം വേണ്ടേന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത്. സീനിയർ ആണെങ്കിൽ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് അതായത് നെയ്ബേഴ്സിനോടൊക്കെ പോയിട്ട് ഒരു ഹൈസ്കൂളൊക്കെ ആവശ്യമായിട്ടുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കാന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പറ്റുമെന്ന് ചോദിക്കുന്ന ലേഡി സ്റ്റാഫിനോട്. പിന്നെ നിൻ്റെ കയ്യിൽ വേറെ വല്ല ഐഡിയ ഉണ്ടെന്നാണ് സീനിയർ അവിടെ ചോദിക്കുന്നത് കേട്ടോ. പിന്നീട് ഇവരാണെങ്കിൽ 20 മിനിറ്റ്സ് വേണം ഇവളിവിടെ എത്താമെന്ന് പറയുമ്പോൾ 50 മിനിറ്റ്സ് കൊണ്ട് തന്നെ എല്ലാവരും തിരിച്ചെത്തണം എന്ന് പറഞ്ഞിട്ട് നടന്നങ്ങ് തെണ്ടുന്നുണ്ട് കേട്ടോ. അതായത് ഇവരുടെ ID കാർഡ് കാണിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. എന്തിന് ഈ ഡ്രൈ ക്ലീനിങ്ങിന് പോയ ഡ്രസ്സ് വരെ എടുത്തു കൊണ്ടുവരുന്നുണ്ട്. ഇവർ സ്പീഡിൽ ഇതൊക്കെ സെറ്റ് ആക്കുന്നതും ഹോസും അങ്ങോട്ട് വരുന്നതും ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഹോസും അവിടെ എത്തുന്ന ടൈമിൽ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ഒളിക്കുന്നു പറഞ്ഞ് ഇവൻ ടെൻഷൻ അടിക്കുന്നതും അതിൻ്റെ ഇടയിൽ ഹ്യുന്നാണെങ്കിൽ ടെഡി ബെയറിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ നിശ്ചലമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് മറ്റൊരു കോമഡി പീസ്. ഇവനാണെങ്കിൽ വാതിൽ തുറക്കുന്നതും ഫുഡായിട്ട് വന്നതാണല്ലേ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ ഹ്യുന്നിനെയും ഭരിച്ചുകൊണ്ട് ഇവർ ഒരു കബോർഡിലാണ് ഒളിക്കുന്നത്. ഹീസു ആണെങ്കിലും ഈ വെപ്രാളൊക്കെ കാണിക്കുന്ന ടൈമിൽ ഈ ഫുഡ് ഇവളുടെ മേത്തുകൂടെ പോകുന്നുണ്ട്. ഞാനിത് തുടച്ചു തരാമെന്ന് പറയുമ്പോൾ ടോയ്ലറ്റ് യൂസ് ചെയ്തോട്ടെ എന്ന് ഇവൾ ചോദിക്കുന്നതും വേണ്ട തുടച്ചു തരാമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നീട് ടോയ്ലറ്റിലേക്ക് കിടക്കുന്നതും ഇതേ ടൈമിൽ ഹീസു ആണെങ്കിൽ നിങ്ങൾ എന്താ ഇവിടെ ഒളിച്ചിരിക്കുന്നത് പോന്നൊക്കെ പറയുന്ന ടൈമിൽ അങ്ങോട്ട് പെട്ടെന്ന് ഇവൾ വരുന്നുണ്ട്. ഇവനാണെങ്കിൽ ഡോർ അങ്ങാഞ്ഞടയ്ക്കുന്നതും ഹ്യുന്നിൻ്റെ കൈ നന്നായി വേദനിക്കുന്നുണ്ട്. ഇവൻ കരയുന്ന ടൈമിൽ ഇവൻ്റെ ശബ്ദത്തിന് പകരം ഹീസു ആണ് അവിടെ കരയുന്നത്. എന്താ പറ്റി, എന്താ നിൻ്റെ പ്രശ്നം എന്നൊക്കെ ഹോസ് ചോദിക്കുന്ന ടൈമിൽ മൊത്തത്തിൽ പ്രശ്നമാണെന്ന് പറയുന്ന ഹീസു ആണെങ്കിൽ അത് പിന്നെ ഞാൻ ഡ്രസ്സ് ഒതുക്കി വെക്കാൻ നോക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ എന്നിട്ട് ഡ്രസ്സ് മൊത്തം പുറത്താണല്ലോ എന്ന് ഹോസു അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ശരി ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഇവൾ കബോർഡിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മിസ് ചെയ്തെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ആഞ്ഞു പിടിക്കുന്നതും ഇവർ രണ്ടുപേരും ഇങ്ങനെ ഷോക്കായി നിൽക്കുമ്പോൾ അതെ എനിക്ക് ക്ലിനിക്കിലേക്ക് പോകണം, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഈ ടൈമിൽ അതിന് ക്ലിനിക്ക് ഉണ്ടോ എന്നാണ് ഇവളവിടെ ചോദിക്കുന്നത്. പിന്നേന്ന് ഹീസു പറയുമ്പോൾ ഈ കബോർഡിൻ്റെ ഉള്ളിലാണെങ്കിൽ ലേഡി സ്റ്റാഫിനോട് നല്ല ക്ലോസ് ആയിട്ടായിരിക്കും ഹ്യുന്നി നിൽക്കുന്നത്. അപ്പോൾ ഇവളുടെ മുടി ഇങ്ങനെ മൂക്കിലേക്ക് എടുത്തിട്ട് ഇവന് തുമ്മാൻ വരുന്നുണ്ട്. തുമ്മല്ലേ, തുമ്മിക്കഴിഞ്ഞാൽ തീർന്നു എന്ന് ലേഡി സ്റ്റാഫ് പറയുന്നുണ്ടെങ്കിലും ഇവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ടെൻഷൻ മൊമെൻ്റ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോസു ആണെങ്കിലും ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് തിരിയുമ്പോഴേക്കും എന്തോന്ന് തട്ടി അങ്ങ് വീഴുന്നതും കൂടെ ഈ ഹീസുവിനെ അങ്ങ് വലിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പെട്ടെന്ന് അങ്ങ് ഒരു കിസ് അങ്ങ് അടിക്കുന്നുണ്ട്. ഇവരാകെ ഷോക്കായി ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ കബോർഡിൻ്റെ ഉള്ളിലാണെങ്കിൽ ഹ്യുന്നിന് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ തുമ്മാൻ വരുമ്പോൾ ലേഡി സ്റ്റാഫ് ആണെങ്കിലും ഇവനെ കയറി കിസ് ചെയ്യുന്നുണ്ട്. അതായത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 2 കിസ്സിങ് സീൻ കേട്ടോ. ഈ കിസ്സിങ് ഒക്കെ കഴിയുമ്പോൾ ഹ്യുന്നാണെങ്കിൽ ആകെ ബോധം കെട്ട് ഈ ഡോറും തുറന്നിട്ടാണ് കേട്ടോ അവിടെ വന്ന് വീഴുന്നത്. ഇത് കാണുന്ന ഹോസും ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നതും സീനിയർ ആണെങ്കിൽ ലേഡി സ്റ്റാഫിന് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കറിയത്തില്ല എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും ആൾക്ക്. ഹീസുവിനാണെങ്കിലും എല്ലാം തീർന്നു എന്നും. അപ്പോൾ ഹോസു ആണെങ്കിൽ അല്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന് ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്ന് ചോദിക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എക്സ്ട്രാ ക്ലിപ്പായിട്ട് കാണിക്കുന്നത് ചെറുപ്പത്തിൽ ഇവളൊരു പയ്യൻ്റെ കൂടെ ഇരിക്കുന്ന ടൈമിൽ ഹീസു എന്നൊന്നുമല്ല വിളിക്കുന്നത്. ഇവൻ ഇതുപോലെ ഇങ്ങനെ ബീൻസ് ഒക്കെ മാറ്റി വെക്കുമ്പോൾ ഇതുപോലെ ഫുഡ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിനക്ക് വലുതാകാൻ പറ്റത്തില്ല എന്ന് കുഞ്ഞായ ഹോസു പറയുന്നതും ഇവരിങ്ങനെ നന്നായി സംസാരിക്കുന്ന ടൈമിൽ അവിടെയുള്ള വേറെ കുട്ടികൾ അന്നത്തെ ചെറിയ ക്യാമറ ഉപയോഗിച്ച് ഇതിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോസൊക്കെ ഇവളുടെ ആൽബത്തിൽ ഇപ്പോഴും ഉണ്ടായിരിക്കും. ഇതൊക്കെ നോക്കുന്ന ഹോസു ആണെങ്കിൽ എന്നാലും അവനിപ്പോൾ എവിടെയായിരിക്കും, എന്ത് ചെയ്യായിരിക്കും എന്ന് ആലോചിക്കുന്നിടത്ത് വെച്ചിട്ടാണ് കേട്ടോ എപ്പിസോഡ് ശരിക്കും അവസാനിക്കുന്നത്. എന്തായാലും ടോട്ടലി ഈ ചിരിച്ച് മണ്ണ് കപ്പെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു എപ്പിസോഡായിരുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുന്ന അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റും.